സ്തോത്രം. തുടർന്ന് പിതാവ്, ഇവിടെ നിന്റെ മുകളിൽ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. പിതാവ് ബൈബിളിലെ ആദ്യത്തെ വാക്തത്വം എന്ന് വേണമെങ്കിൽ പറയാം. ഇസ് എ കഴ്സ്, റിയലി ഇസ് എ കഴ്സ്. ഇതൊരു ശാപമാണ്, വരാൻ പോകുന്ന ഒരു ശാപം, പിശാചിന് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അവിടെ കർത്താവ് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. തലയെന്ന് പറഞ്ഞാൽ എന്ത് തലയാ? വ്യക്തമായിട്ട് മനസ്സിലാക്കണം. തല രാജ്യത്തെ കുറിക്കുന്നു. 10 തലയുള്ള അല്ലെങ്കിൽ 7 തലയുള്ള മൃഗം എന്ന് പറയുമ്പോൾ 7 രാജ്യങ്ങൾ അവിടെ കുറിക്കപ്പെടുവാനായിട്ട് ഇടയാകും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ സർപ്പത്തിന് 7 തല, മൃഗത്തിന് 7 തല, ഇതെല്ലാം കടന്നു വരും. നമ്മൾ ആ ഭാഗങ്ങളെല്ലാം തൊടും. കാരണം ഇതിന്റെ സന്ദേശം തൊടുമ്പോൾ അതെല്ലാം കടന്നു വരുവാനായിട്ട് ഇടയാകും. തുടർന്ന് അത് റെഡിൽ കാണിച്ചിരിക്കുകയാണ്. അത് തുടർന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിന്റെ നിവർത്തീകരണം റെഡിൽ തന്നെ വീണ്ടും കാണിച്ചിരിക്കുന്നു. അതേ തുടർന്ന് ഇതാണ് പറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ സന്തതി പിശാചിന്റെ രാജ്യത്തെ തകർക്കും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ആദം എന്ന് പാപം ചെയ്തുവോ ആ ആദം പിശാചിന്റെ രാജ്യത്തിന്റെ ഉള്ളിലായി, അവന്റെ അധികാരത്തിന്റെ ഉള്ളിലായി. ഇനി ആ രാജ്യത്തെ തകർത്താൽ മാത്രമേ ആദത്തെ അതിന്റെ ഉള്ളിൽ നിന്ന് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ആദത്തിന്റെ അധികാരം പിശാചിന് കൈവന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ആദം ഈ പ്ലാനറ്റിലേക്ക്, ലോകത്തിലോട്ട് പിശാചിനെ കൊണ്ടുവന്നു. ഒന്നാം ആദം ഈ ലോകത്തിലേക്ക്, ഈ പ്ലാനറ്റിലേക്ക് പിശാചിനെ കൊണ്ടുവന്നു. എങ്ങനെ? തന്റെ റൈറ്റ് അവന് കൊടുത്തു. ഇന്ന് ആദത്തിന്റെ റൈറ്റ് ഉപയോഗിക്കുന്നത് പിശാച. ആദത്തിന് ദൈവം കൊടുത്ത റൈറ്റ് ഇന്ന് ഉപയോഗിക്കുന്നത് പിശാച. ഇനി തുടർന്ന് വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്, രണ്ടാം ആദം തന്റെ റൈറ്റ് ദൈവത്തിന് കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഒന്നാം ആദം പിശാചിനെ കയറ്റിയെങ്കിൽ തന്റെ റൈറ്റ് കൊടുത്തിട്ട്, രണ്ടാം ആദം തന്റെ റൈറ്റ് കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. സ്തോത്ര. അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അതിന്റെ ആഴമൊന്നും നമുക്ക് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. നമ്മൾ ആ ഭാഗത്തേക്ക് കടന്നു വരും. അപ്പോൾ സ്ത്രീയുടെ സന്തതി, ഇനി സ്ത്രീയുടെ സന്തതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിക്കുകയായി. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 22-ാം അധ്യായം നമ്മൾ ഇന്നലെ കണ്ടു. അബ്രഹാമിന് വാഗ്ദത്തം കൊടുക്കുന്നു, നിന്റെ സന്തതിയാൽ ഭൂമിയിലെ സകല വംശം അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തം നിവർത്തീകരിക്കുവാനുള്ള സമയത്തിന്റെ ഇടയിൽ ജനത്തിന്റെ പാപനിമിത്തം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തു. നമ്മൾ ഇന്നലെ വായിച്ചു, ന്യായപ്രമാണം താൽക്കാലികമാണ്. വാഗ്ദത്ത സന്തതി വരുവോളം മാത്രമേ അതിന് പ്രാധാന്യം ദൈവവചനം പറയുന്നുള്ളൂ. തുടർന്ന് ന്യായപ്രമാണ കാലം. എന്നാൽ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം പോലെ മത്തായിയുടെ സുവിശേഷത്തിൽ അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു ജനിക്കുകയാണ്. വാഗ്ദത്തം നിവൃത്തിയായി. അതോടൊപ്പം തന്നെ പിശാചിന് കൊടുത്ത ആ ശാപം, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു പണിഷ്മെന്റ് ആയിട്ടുള്ള പ്രോമിസ്, അത് പ്രകാരം സ്ത്രീയുടെ സന്തതി ഇവിടെ ജനിച്ചു. സ്ത്രീയുടെ സന്തതി കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു പിശാചിന്റെ രാജ്യത്തെ തകർത്തു. സ്റ്റെപ്പ് നമ്പർ 1. നിങ്ങൾക്ക് പലർക്കും ഒരു ചോദ്യം ഉണ്ടാവും, പിശാചിന്റെ രാജ്യത്തെ യേശു തകർത്തിട്ടും വീണ്ടും നമ്മൾ എന്താ ഈ ലെവലിൽ? കാരണം അത് പൂർത്തിയായിട്ടില്ല. പൂർത്തിയായത് പിശാചിന്റെ രാജ്യത്തെ തകർത്തത് ആത്മീയ രാജ്യത്തെയാണ് കർത്താവ് തകർത്തത്, ഭൗതിക രാജ്യത്തെ അല്ല. കർത്താവ് ആദ്യം ഭൗതികത്തിൽ തൊടാറില്ല, ആദ്യം തൊടുന്നത് ആത്മീയത്തിലാണ്.
കാരണം ഒറിജിനലിന് മാറ്റം വരുത്തിയാൽ നിഴലിന് മാറ്റം വരും. നിഴലിന് മാറ്റം വരുത്തിയാലും ഒറിജിനൽ മാറൂല. സ്തോത്രം. ഏതൊരു ഭൗതിക വസ്തുവിനും അതിൻ്റെതായ ഒറിജിനൽ ഉണ്ട്, ആത്മീയ വസ്തു. കർത്താവ് തകർത്തത് ആത്മീയ രാജ്യത്തെയാണ്. ഇസ്രായേൽ മക്കൾ ചിന്തിച്ചു, കർത്താവ് വന്നിട്ട് അന്ന് റോമ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ തകർത്ത് രാജ്യം യഥാസ്ഥാനപ്പെടുത്തുമെന്ന്. പക്ഷെ ഇവരുടെ നോട്ടത്തിൽ കർത്താവ് ആ ഭാഗത്തേക്ക് തിരിയുന്നത് പോലുമില്ല. പകരം ഒരു നാണയം എടുത്തിട്ട് ചോദിച്ചു, ഇതിലെ മുദ്ര ആരുടേത്? കൈസറുടേതെന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്കാൻ കൊടുത്തേര്. ആ രാജ്യത്തിനെതിരെ തിരിയുന്നത് പോലുമില്ല. ജനത്തിന്റെ ചിന്താഗതി പ്രകാരം കർത്താവ് പ്രവർത്തിക്കുന്നതേയില്ല. സ്തോത്രം. കാരണം കർത്താവിന്റെ ഭരണ രീതി വേറൊരു തലത്തിലായിരുന്നു, മാനുഷികമായ ചിന്തകൾ പ്രകാരമല്ല. അതുകൊണ്ട് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ജാതികളുടെ യജമാനന്മാർ അവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നു, നിങ്ങൾ അതുപോലെ ആകരുത്. നമ്മളുടെ ഭരണ സിസ്റ്റം വേറെയാണ്, ഇതല്ല. അത് താഴ്ന്ന രാജ്യത്തിന്റെ തരത്തിലുള്ള ഭരണ സിസ്റ്റമാണ്. ഓൾറെഡി സ്റ്റെപ്പ് നമ്പർ 1 കഴിഞ്ഞു. ഇതുകൊണ്ടാണ് കൊളോസ്യ ലേഖനം 2-ാം അധ്യായം പറയുന്നത്, അവൻ വാഴ്ചകൾ ക്രൂശിൽ വെച്ച് അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ പരസ്യമായി ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. അതാണ് അവന്റെ ആത്മീയ രാജ്യം തകരാനുള്ള കാരണം. അന്ന് വരെ സകല മനുഷ്യരും അവന്റെ രാജ്യത്തിൽ അവന്റെ കുടികിൽപ്പെട്ട് കിടക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ മുതൽ ഓരോരുത്തരായി ആ രാജ്യത്തിന് വെളിയിലിറങ്ങാൻ തുടങ്ങി. ഇതാണ് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചു. രാജ്യം മാറ്റം നടന്നു. അന്ധകാര രാജ്യത്ത് നിന്ന് പുത്രന്റെ പ്രകാശത്തിന്റെ രാജ്യത്തിലേക്ക് ഒരു മാറ്റം നടന്നു. എപ്പോൾ മാത്രമേ നടന്നുള്ളൂ? യേശുക്രിസ്തുവിന്റെ കൽവരി ക്രൂശിലെ യാഗത്തിന് ശേഷം. സ്തോത്രം. കൊളോസ്യ ലേഖനം 1:13 വായിച്ചേട്ടെ. വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ടിരിക്കുകയാണോ? വിടുവിക്കുവാണോ? അടുത്ത കൺവെൻഷൻ കഴിയുമ്പോ കുറച്ചും കൂടി വിടുവിക്കും. പിന്നത്തെ ക്രൂസൈഡ് കഴിയുമ്പോ കുറച്ചും കൂടി കൂടുതൽ വിടുവിക്കും. അങ്ങനെയാണോ? അല്ല, ഓൾറെഡി വിടുവിച്ചു കഴിഞ്ഞു. വിടുവിച്ചു, പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു. സ്തോത്രം. നമുക്ക് പലർക്കും ഇത് അറിഞ്ഞുകൂടാ, വിടുവിച്ചു എന്നുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ ഇന്നും വിടുതലിന് വേണ്ടി നടക്കുകയാണ്. പിടുത്തം കിട്ടിയോ? ഞാൻ പറയുന്നതല്ല വിടുവിച്ചു എന്ന്. പിന്നെ എവിടെ പറയുന്നത്? ദൈവവചനം പറയുന്ന കാര്യമാണ് വിടുവിച്ചു. സ്തോത്രം. ഇതൊന്നും മനസ്സിലാക്കി പിന്നെ ഓടാതെ അവിടെ നിർത്തി ഒന്ന് ചിന്തിച്ചാൽ കുറെ ആത്മീയ അർത്ഥങ്ങൾ വെളിയിൽ വരും. സ്തോത്രം. നമ്മുടെ ചിന്തയ്ക്ക് എവിടേക്കോ വചനപ്രകാരം റീഅലൈൻമെന്റ് ആവശ്യമാണ്. വചനം പറഞ്ഞു വിടുവിച്ചു എന്ന് പറഞ്ഞു, വിടുവിച്ചു കഴിഞ്ഞു. അന്ധകാര രാജ്യത്തിന് വിടുവിച്ചു. കാരണം യേശു രാജ്യം തകർത്തു. പിശാചിന്റെ ക്രൂശിൽ വെച്ച് തകർത്ത് കളഞ്ഞു. പക്ഷെ നമ്മൾ ഇപ്പോഴും ആ രാജ്യത്തിന്റെ ഉള്ളിലായിരുന്നു. ജനം അങ്ങോട്ട് യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നതിനുമായിരുന്നു. പക്ഷെ യേശുവിനെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ചപ്പോൾ അവരാ രാജ്യത്തിന് പുറത്തേക്ക് പോന്നു, അന്ധകാര രാജ്യത്തിന് പുറത്തേക്ക് പോന്നു. പക്ഷെ ജനത്തിന്റെ മനസ്സിൽ പോന്നിട്ടില്ല. ജനത്തിന്റെ മനസ്സിൽ പോന്നിട്ടില്ല.
അവന്റെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അവന്റെ ചിന്തയിൽ പോന്നിട്ടില്ല. കാരണം അവന്റെ ചിന്ത ഇപ്പോഴും അത് തന്നെയാണ്, പഴയ തന്നെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കണേ. അവന്റെ ചിന്തയ്ക്ക് മാറ്റമില്ല. അവന്റെ ആരാധിക്കുന്ന ഹോള് മാറി. കൈ കെട്ടി ആരാധിക്കുന്നത് അവൻ കൈ കൊട്ടി ആരാധിക്കുന്നതാക്കി. പക്ഷെ ചിന്തയ്ക്ക് മാറ്റം വന്നിട്ടില്ല. അവന്റെ ചിന്തയിൽ ഇനി ഓരോ നിമിഷവും സ്റ്റെപ്പായിട്ടാണ് വിടുതൽ. സ്റ്റെപ്പായിട്ട് വിടുതലല്ല, മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തുകയാണ് ചെയ്യുന്നത്. ഒറ്റ നിമിഷം കൊണ്ടാണ്, ഒരു സെക്കൻഡ് കൊണ്ട് യേശുവേ എന്ന് വിളിച്ചപ്പോൾ ആ അന്ധകാര രാജ്യത്ത് നമ്മളെ മാറ്റിക്കഴിഞ്ഞു. അന്നേരം ദൈവത്തിന്റെ വചനം പറയുകയാണ്, പിന്നെ അവിടെ നിർത്തിയിട്ടുമില്ല, നമ്മളെ ട്രാൻസ്പോർട്ട് ചെയ്തു. അവിടെ നിന്ന് എന്ത് ചെയ്തു സിസ്റ്റർ അവിടെ വായിക്കുന്നേ? തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കും. വചനം പറയാണ്, പിന്നെ അവിടെ നിർത്തിയിട്ടില്ല, നമ്മളെ അവിടെ നിന്ന് മാറ്റി വേറൊരു രാജ്യം, പുത്രന്റെ രാജ്യത്തിലാക്കി. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആദ്യം തന്നെ ദൈവത്തിന്റെ ദാസന്മാർ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് ഇനി പിശാചിന്റെ രാജ്യത്ത് നിന്ന് ഒരു വിടുതലും വേണ്ട. സ്തോത്രം. എനിക്കിനി പിശാചിന്റെ രാജ്യത്ത് നിന്ന് ഒരു വിടുതലും. എനിക്കറിയാം നിങ്ങൾക്ക് പറയാൻ പ്രയാസം ഉണ്ടാവുന്നു. കാരണം നിങ്ങൾ നോക്കുന്ന ചുറ്റുവാ. അപ്പൊ ഇന്ന കാര്യമോ, നോ പ്രോബ്ലം, അവിടെ കിടക്കട്ടെ. കാഴ്ചയാൽ ജീവിക്കല്ലേ നീ? അത് കാഴ്ചയാൽ ജീവിച്ചത് കൊണ്ടാ. നമ്മൾ ഇനി ഫീലിംഗ് പ്രകാരം ജീവിക്കുന്നവരല്ല, പകരം വചനം കൊണ്ട് ജീവിക്കുന്നവരാണ്. മനസ്സിലായോ? രണ്ടു തരത്തിൽ ജീവിക്കാം. ഒന്ന് നമ്മൾ ഫീലിംഗ്, കാഴ്ച പ്രകാരം നമുക്ക് എന്ത് തോന്നി അതനുസരിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ വചനപ്രകാരം ജീവിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അവത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ആ മർമ്മം കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക, എനിക്കിനി ദൈവവചന പ്രകാരം പിശാചിന്റെ രാജ്യത്ത് നിന്ന് എനിക്ക് ഒരു വിടുതലും വേണ്ട. സ്തോത്രം. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ കുടുക്കി കിടക്കുന്നല്ലേ? തുടർന്ന് വരുമ്പോൾ മനസ്സിലാവും, വ്യക്തമായിട്ട് മനസ്സിലാവും. ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ മിറണ്ട കിട്ടുമോ? മിറണ്ട കിട്ടുമോ? അല്ലെ കൊക്കക്കോള കിട്ടുമോ? കിട്ടും. ഈ കൊക്കക്കോളയുടെ കമ്പനിക്ക് നിങ്ങളുടെ മേൽ വല്ല അവകാശമുണ്ടോ? സത്യം പറയണോ? ഉണ്ടോ? ഒരവകാശമില്ലല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യേ, നാളെ പോയിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് പോയതിനു ശേഷം കൊക്കക്കോള ഉണ്ടാക്കണ ഫോർമുല എടുക്കുക. എന്നിട്ട് നിങ്ങളൊരു കൊക്കക്കോള പരിപാടി അങ്ങ് തുടങ്ങുക. എന്ത് പറ്റുമെന്നറിയോ? അവര് പാറ്റന്റ് ചെയ്തിരിക്കുന്ന അവരുടെ ഫോർമുല എടുത്ത് നമ്മൾ ഉപയോഗിച്ചാൽ അവരുടെ കൈ നമ്മുടെ കുഞ്ചിക്ക് വീഴും. മനസ്സിലായോ? സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ കൊക്കക്കോള കമ്പനിക്ക് നമ്മളുടെ മേൽ ഒരവകാശവും ഇല്ല. ഒരു ദൈവവിതന്റെ മേൽ പിശാചിനോ അവന്റെ കൂട്ടർക്കോ ഒരവകാശവും ഇല്ല. സ്തോത്രം. പക്ഷെ പിശാചിന്റെ പ്രോഗ്രാം എടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നാം അവന് ഇടം കൊടുക്കുകയാണ്. സ്തോത്രം. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, പിശാചിന് ഇടം കൊടുക്കരുത്. ദൈവം അനുവദിച്ചത് കൊണ്ടല്ല, നമ്മൾ ഇടം കൊടുക്കുന്നത് കൊണ്ടാണ് അവൻ കയറി വന്നെ. സ്തോത്രം. ഹല്ലേലൂയ.